90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. 2021 ആദ്യത്തെ 100 ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അത് ഒരു സ്പെഷ്യൽ 100 ന്യൂസ് ആണ്. കേരളം 2020 കടന്നുപോയ സ്പെഷ്യൽ കേസ്. അപ്പോൾ കേരളം 2020 കടന്നുപോയ പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തിയാണ് പ്രജിൻ സി കണ്ണൻ വാർത്തകൾ തയ്യാറാക്കി. എന്താണ് പ്രജിൻ അതിനെക്കുറിച്ച് പറയാനുള്ളത്? 100 വാർത്തകൾ എന്ത് പ്രത്യേകതയാണ് ഇന്നിപ്പോൾ രാവിലെ ഉള്ളത്? എന്തായാലും കേരളത്തിൽ സംഭവിച്ച 2020 കേരളത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ 100 വാർത്തകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി റിസർച്ച് ടീം ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും രാജ്യാന്തര വാർത്തകൾ, ദേശീയ വാർത്തകൾ. ഫോക്കസ് ചെയ്യുന്ന കേരളമാണോ ഇന്ത്യയാണോ? ഇന്നിപ്പോൾ ഞാൻ വായിക്കാൻ പോകുന്നത് കേരളം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യ ഉണ്ട്, പിന്നെ വിദേശമുണ്ട് അല്ലേ? തീർച്ചയായും. അപ്പൊ ഈ ഇന്ത്യ, വേൾഡ്, പിന്നെ കേരളം. ഷംസും ശ്രീജിത്തും ഒക്കെ കുറെ ദിവസങ്ങളായി ഇങ്ങനെ ഒരു വാർത്താ ബുള്ളറ്റിൻ തയ്യാറാക്കാൻ നിങ്ങൾക്ക് അതിന്റെ സ്ട്രെയിൻ മനസ്സിലാകുമെന്നാണ് വിശ്വാസം. പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് അറിയാം, കാര്യം മാധ്യമ പ്രവർത്തകരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം. ഓവർ ടു യു പ്രജിൻ സി കണ്ണൻ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. ഇത് ഒരു കാര്യം കൂടി പറയണം പ്രേക്ഷകരോട്. അതായത് നമ്മൾ ഇന്നലെ ഗ്രാഫിക്സ് വിസ്മയം പപ്പാഞ്ചി കത്തിച്ചല്ലോ. പ്രജിൻ സ്ഥലത്തില്ലായിരുന്നു. പക്ഷെ പ്രജിൻ അത് കണ്ടു വീട്ടിൽ നിന്ന്. പ്രജിന് വളരെ ആവേശകരമായിട്ട് അത് കൈയടിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിരവധി പ്രേക്ഷകർ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ആ അഭിനന്ദനം യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റിന് അവകാശപ്പെട്ടതാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ദാറ്റ്സ് എ വണ്ടർഫുൾ വർക്ക്. ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം രഞ്ജിത്തിന്റെയും നേതൃത്വത്തിലുള്ള ടീം ചെയ്തത്. അവർക്ക് പ്രത്യേക അഭിനന്ദനം. കാര്യം അവരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പാപ്പാജി ഇവിടെ കത്തത്തില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓവർ ടു പ്രജിൻ സി കണ്ണൻ. താങ്ക് യു, ഗുഡ് ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു, ഹാപ്പി ന്യൂ ഇയർ ടു യു. നമസ്കാരം. 2020 കേരളത്തിലുണ്ടായ പ്രധാന സംഭവങ്ങൾ ഉൾപ്പെടുത്തി 100 വാർത്തകൾ. കേരള സ്പെഷ്യൽ 100 ന്യൂസിലേക്ക് സ്വാഗതം. ജാനുവരി 1 കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. റോയ് തോമസിനെ കൊലപ്പെടുത്തിയ കേസിൽ ജോളി അടക്കം 4 പ്രതികൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും സുപ്രധാന തെളിവുകളെന്ന് SP KG സൈമൺ. നിർണായകമായത് റോയിയുടെ മക്കളുടെ രഹസ്യമൊഴികൾ. ജാനുവരി 12 തീരദേശ പരിപാലന നിയമം ലംഘിച്ച് പണിത പനഡിലെ ഫ്ളാറ്റുകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ജാനുവരി 11, 12 തീയതികളിൽ പൊളിച്ചു നീക്കിയത് ഹോളി ഫെയ്ത്ത്, H2O, ആൽഫ സെറീൻ, ജെയിൻ കോറൽ കോവ്, ഗോൾഡൻ കായലോരം എന്നീ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ. ജാനുവരി 29 നയപ്രഖ്യാപന പ്രസംഗത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുന്ന 18ാം ഖണ്ഡിക വായിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 18ാം ഖണ്ഡിക വായിക്കില്ലെന്ന് നേരത്തെ ഗവർണർ നിലപാടെടുത്തിരുന്നു. തന്റെ എതിർപ്പ് അറിയിച്ചുകൊണ്ടാണ് ഗവർണർ 18ാം ഖണ്ഡിക വായിച്ചത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ജാനുവരി 26 LDF മനുഷ്യ മഹാശൃംഖല തീർത്തിരുന്നു. ജാനുവരി 30 രാജ്യത്തെ ആദ്യത്തെ കോവിഡ് കേസ് തൃശൂരിൽ റിപ്പോർട്ട് ചെയ്തു. രോഗം സ്ഥിരീകരിച്ചത് ചൈനയിലെ വുഹാനിൽ നിന്ന് കേരളത്തിലെത്തിയ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിക്ക്. ഫെബ്രുവരി 20 പെൺകുട്ടി ചികിത്സ പൂർത്തിയാക്കി ആശുപത്രി വിട്ടു. 2020 ഫെബ്രുവരി 9 ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറും കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ താത്വികാചാര്യനുമായ P. പരമേശ്വരൻ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. 1982 മുതൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറായിരുന്നു. ഫെബ്രുവരി 15 K. സുരേന്ദ്രനെ BJP സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. പ്രഖ്യാപനം നടത്തിയത് പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ. PS ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി നിയമിച്ച ശേഷം BJP സംസ്ഥാന അധ്യക്ഷ പദവി ദീർഘനാളായി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഫെബ്രുവരി 18 കണ്ണൂർ തയ്യിൽ കടപ്പുറത്ത് 1.5 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കേസിൽ അറസ്റ്റിലായത് കുട്ടിയുടെ മാതാവ് ശരണ്യ. കുറ്റം സംബന്ധിച്ചത് 24 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിനും ശാസ്ത്രീയ പരിശോധനയ്ക്കും ഒടുവിൽ. ഫെബ്രുവരി 20 തമിഴ്നാട് അവിനാശിയിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന KSRTC വോൾവോ ബസും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 19 മലയാളികൾ മരിച്ചു. അപകടമുണ്ടാക്കിയത് ടൈൽസുമായി കേരളത്തിൽ നിന്ന് പോയ കണ്ടെയ്നർ ലോറി. ഫെബ്രുവരി 22 കൊല്ലം കുളത്തൂപ്പുഴ 30 അടിപ്പാളത്തിന് സമീപത്തുനിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 14 വെടിയുണ്ടകൾ കണ്ടെത്തി. ആർമറർ ഫോറൻസിക് വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിൽ വെടിയുണ്ടകൾ വിദേശ നിർമ്മിതമാണെന്നും 30 വർഷത്തോളം പഴക്കമുണ്ടെന്നും കണ്ടെത്തി. വെടിയുണ്ടകളിൽ POF എന്ന് രേഖപ്പെടുത്തിയതിനാൽ വെടിയുണ്ടകൾ നിർമ്മിച്ചത് പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറി എന്ന് നിഗമനം. ഫെബ്രുവരി 28 കൊല്ലം ഇളവൂരിൽ കാണാതായ 7 വയസ്സുകാരി ദേവനന്ദിയുടെ മൃതദേഹം വീടിനു സമീപത്തെ ഇത്തിക്കരയാറ്റിൽ നിന്ന് കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് കോസ്റ്റൽ പോലീസിലെ മുങ്ങൽ വിദഗ്ധർ. മരിച്ചത് നെടുമ്പന ഇളവൂർ കിഴക്കേക്കരയിൽ ധനീഷ് ഭവനിൽ പ്രദീപ് കുമാറിന്റെയും ധന്യയുടെയും മകൾ. വാക്കനാട് സരസ്വതി വിദ്യാലയത്തിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ദേവനന്ദ. 2020 മാർച്ച് 8 ചവറ MLA N. വിജയൻ പിള്ള അന്തരിച്ചു. 69 വയസ്സായിരുന്നു. അന്ത്യം ഉദരരോഗത്തെ തുടർന്ന് ചികിത്സയിൽ തുടരുന്നത്.
മാർച്ച് 14 കവിയും എഴുത്തുകാരനും സ്വാതന്ത്ര്യ സേനാനിയുമായ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഗ്രാമീണ ഗായകൻ, ശക്തിപൂജ, പുതിയ കൊല്ലനും പുതിയൊരാലയും, ഈ വീട്ടിൽ ആരുമില്ലേ, എന്റെ സ്വാതന്ത്ര്യസമര കവിതകൾ തുടങ്ങിയവ പ്രധാന കൃതികൾ. മാർച്ച് 23 കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആദ്യഘട്ട ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് മാർച്ച് 31 വരെ. മാർച്ച് 28 കേരളത്തിൽ ആദ്യത്തെ കോവിഡ് മരണം സ്ഥിരീകരിച്ചു. മരിച്ചത് 69-കാരനായ മട്ടാഞ്ചേരി ചുള്ളിക്കൽ സ്വദേശി. അന്ത്യം കളമശ്ശേരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. 2020 ഏപ്രിൽ 6 പ്രശസ്ത സംഗീത സംവിധായകൻ MK അർജുനൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഓർമ്മയായത് 200 സിനിമകൾക്കായി 1000-ലേറെ ഗാനങ്ങൾക്ക് ഈണമിട്ട സംഗീത പ്രതിഭ. യേശുദാസിന്റെ ശബ്ദം ആദ്യമായി റെക്കോർഡ് ചെയ്തതും AR റഹ്മാന്റെ സിനിമാ പ്രവേശവും അർജുനൻ മാഷിന്റെ സംഗീത സംവിധാനത്തിൽ ആയിരുന്നു. ഏപ്രിൽ 7 പ്രശസ്ത സിനിമാ താരം ശശി കലിംഗ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. അന്ത്യം കരൾ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ, പുലിമുരുകൻ, കസബ, ആമേൻ, അമർ അക്ബർ ആന്റോണി, ഇന്ത്യൻ റുപ്പി എന്നിവയാണ് ശശി കലിംഗ അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ. ഏപ്രിൽ 18 അഴീക്കോട് MLA KM ഷാജിക്കെതിരെ വിജിലൻസ് കേസ്. നടപടി: അഴീക്കോട് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി കോഴ്സ് അനുവദിക്കാൻ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിൽ അനധികൃത നിർമ്മാണം നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഷാജിയുടെ വീടിന് പിന്നീട് കോഴിക്കോട് കോർപ്പറേഷൻ പിഴ ചുമത്തി. ഏപ്രിൽ 24 വിവാദമായ സ്പ്രിംഗ്ലർ കരാറിൽ സർക്കാരിന് താൽക്കാലിക ആശ്വാസം. കർശന ഉപാധികളോടെ കരാർ തുടരാൻ സർക്കാരിന് അനുമതി നൽകി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധത്തെ ബാധിക്കുന്ന തരത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവ് സ്പ്രിംഗ്ലർ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിച്ചുകൊണ്ട്. 2020 മെയ് 1 സീറോ മലബാർ സഭ ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. 15 വർഷം ഇടുക്കി രൂപത അധ്യക്ഷനായിരുന്നു. ഇടുക്കിയിലെ നിരവധി ഭൂസമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. കുടിയേറ്റ കർഷകർക്കായി മണ്ണിന്റെ മക്കൾ വാദവുമായി പരസ്യമായി രംഗത്തിറങ്ങിയും ഗാഡ്ഗിൽ കസ്തൂരിങ്ങർ റിപ്പോർട്ടുകൾക്കെതിരെ പരസ്യ നിലപാടുകൾ എടുത്തും ശ്രദ്ധേയനായി. മെയ് 6 കൊല്ലത്ത് യുവതിയെ ഭർത്താവ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് അഞ്ചൽ സ്വദേശി ഉത്ര. കേസിൽ ഉത്രയുടെ ഭർത്താവ് സൂരജ് മുഖ്യപ്രതി. തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്ന സൂരജിന്റെ പിതാവ് സുരേന്ദ്രൻ രണ്ടാം പ്രതി. മെയ് 23 ബെബ്കോയിൽ മദ്യവിതരണത്തിനായുള്ള പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ രൂപീകരിച്ചതിന് പിന്നിൽ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. സർക്കാർ സംവിധാനങ്ങളെ മാറ്റി നിർത്തി CPM-നോട് അടുത്ത ബന്ധമുള്ള ആളെ കമ്പനിക്ക് അനുമതി നൽകിയെന്ന ആരോപണം. വിഷയം സർക്കാർ ഗൗരവമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ്. മെയ് 28 സോഷ്യലിസ്റ്റ് നേതാവും സാഹിത്യകാരനും പ്രഭാഷകനുമായ MP വീരേന്ദ്രകുമാർ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു. 2020 ജൂൺ 1 വിക്ടേഴ്സ് ചാനൽ വഴി കേരളത്തിലെ 1 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങി കൈറ്റ്. ഫസ്റ്റ് ബെൽ എന്ന പേരിൽ സർക്കാർ ഓൺലൈൻ ക്ലാസുകൾ നടത്താൻ തീരുമാനിച്ചത് കോവിഡ് മഹാമാരിയെ തുടർന്ന് സ്കൂളുകൾ അടച്ച പശ്ചാത്തലത്തിൽ. ജൂൺ 1 കോട്ടയം താഴത്തങ്ങാടിയിൽ പട്ടാപ്പകൽ വീട്ടമ്മയെ കൊല്ലപ്പെട്ടത് പാറപ്പാടം ഷാനി മനസ്സിൽ ഷീബ. കേസിൽ മുഹമ്മദ് ബിലാൽ എന്ന 23-കാരൻ അറസ്റ്റിലായി. ഗുരുതരമായി പരിക്കേറ്റ ഷീബയുടെ ഭർത്താവ് MA അബ്ദുൾ സാലി സംഭവം നടന്ന് 38-ാം ദിനം മരിച്ചു. ജൂൺ 1 സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റ് ഡോക്ടർ ബിശ്വാസ് മേത്ത. സ്ഥാനമൊഴിയുന്ന ചീഫ് സെക്രട്ടറി ടോം ജോസ് ഡോക്ടർ ബിശ്വാസ് മേത്തയ്ക്ക് ചുമതല കൈമാറി. രാജസ്ഥാൻ സ്വദേശിയാണ് ഡോക്ടർ ബിശ്വാസ് മേത്ത. ജൂൺ 8 കോപ്പിയടി ആരോപണത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം മീനച്ചിലാറ്റിൽ നിന്ന് കണ്ടെത്തി. ആത്മഹത്യ ചെയ്തത് കാഞ്ഞിരപ്പള്ളി സ്വദേശി അഞ്ജു ഷാജി. കാഞ്ഞിരപ്പള്ളിയിലെ പാരലൽ കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായ അഞ്ജു പരീക്ഷ എഴുതിയത് ചെർപ്പുങ്കൽ ഹോളി ക്രോസ് കോളേജിൽ. കോപ്പി അടിച്ചെന്നാരോപിച്ച് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കിയതിൽ മനംനൊന്ത് മകൾ മീനച്ചാലിലേക്ക് ചാടിയെന്ന് കുടുംബത്തിന്റെ ആരോപണം. ജൂൺ 18 അങ്കമാലിയിൽ 54 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ച് അച്ഛൻ. സ്വന്തം കുഞ്ഞിനെ കട്ടിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അങ്കമാലി ജോസ്പുരത്ത് താമസിക്കുന്ന കണ്ണൂർ സ്വദേശി ഷൈജു തോമസ്. ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചത് പെൺകുഞ്ഞ് ജനിച്ചതിലുള്ള ദേഷ്യവും കുഞ്ഞിന്റെ പിതൃത്വത്തിലുള്ള സംശയവും. 16 ദിവസത്തിന് ശേഷം ജൂലൈ 4 കുഞ്ഞ് ആശുപത്രി വിട്ടു. ജൂൺ 18 പ്രമുഖ സംവിധായകനും തിരക്കഥാകൃത്തുമായ സച്ചി അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ഹൃദ്രോഗബാധയെ തുടർന്ന് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ
ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സച്ചിക്ക് ഹൃദ്രോഗബാധയുണ്ടാകുകയായിരുന്നു. ജൂൺ 19 ആരോഗ്യമന്ത്രി കെ ശൈലജയെ പരിഹസിച്ച് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. നിപ രാജകുമാരി എന്ന് പേരെടുത്തതിന് ശേഷം ഇപ്പോൾ കോവിഡ് റാണി പട്ടം നേടാനുള്ള പരിശ്രമത്തിലാണ് ആരോഗ്യമന്ത്രി എന്നായിരുന്നു വിവാദ പരാമർശം. നിപ ബാധിച്ച കാലത്ത് ആരോഗ്യമന്ത്രി കെ ശൈലജ ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ പോലെയാണ് പെരുമാറിയതെന്നും ആരോപണം. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പരാമർശം പിന്നീട് വൻ വിവാദമായി. ജൂൺ 24 നടി ഷംന കാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിലായി. ഷംനയുടെ അമ്മയുടെ പരാതിയിൽ പ്രതികളെ പിടികൂടിയത് മരട് പോലീസ്. അറസ്റ്റിലായത് തൃശൂർ സ്വദേശികളായ ശരത്ത്, അഷ്റഫ്, റഫീഖ്, രമേശ് എന്നിവർ. ജൂൺ 29 കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി. 2020 ജൂലൈ 5 തിരുവനന്തപുരം വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 30 കിലോ സ്വർണം പിടികൂടി. സ്വർണം ഒളിപ്പിച്ചിരുന്നത് UAE കോൺസുലേറ്റിലേക്ക് വന്ന പാഴ്സലിൽ. ജൂലൈ 11 തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ 2ാം പ്രതി സ്വപ്ന സുരേഷും 4ാം പ്രതി സന്ദീപ് നായരും NIA കസ്റ്റഡിയിൽ. ബംഗളൂരുവിൽ നിന്ന് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത് NIA ഹൈദരാബാദ് യൂണിറ്റ്. കസ്റ്റഡിയിലെടുത്തത് ഒളിവിൽ പോയി 6 ദിവസത്തിന് ശേഷം. ജൂലൈ 13 ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കാര്യങ്ങളിൽ രാജകുടുംബത്തിന് അവകാശവാദമുണ്ടെന്ന വാദം അംഗീകരിച്ച് സുപ്രീം കോടതി. വിധി പുറപ്പെടുവിച്ചത് ജസ്റ്റിസുമാരായ UU ലളിത്, ഇന്ദു മൽഹോത്ര എന്നിവർ അടങ്ങിയ ബെഞ്ച്. ഭരണ ചുമതല താൽക്കാലിക ഭരണസമിതിക്കെന്നും സുപ്രീം കോടതി. വിധി ക്ഷേത്രം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് തിരുവിതാംകൂർ രാജകുടുംബം നൽകിയ ഹർജി. ജൂലൈ 30 നടൻ അനിൽ മുരളി ഓർമ്മയായി 56 വയസ്സായിരുന്നു. അന്ത്യം കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കെ. വില്ലനായും സ്വഭാവ നടനായും തിളങ്ങിയ അനിൽ ശ്രദ്ധേയനായത് പരുക്കൻ ഭാവങ്ങളിലുള്ള കഥാപാത്രങ്ങളിലൂടെ. 2020 ഓഗസ്റ്റ് 2 ആലുവയിൽ നാണയം വിഴുങ്ങിയ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് കടുങ്ങല്ലൂരിലെ നന്ദിനി രാജു ദമ്പതികളുടെ മകൻ പൃഥ്വിരാജ്. തക്ക സമയത്ത് ചികിത്സ കിട്ടാത്തതിനാലാണ് കുട്ടി മരിച്ചതെന്ന മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് സംഭവം വിവാദമായി. ഓഗസ്റ്റ് 5 വഞ്ചൂർ സബ് ട്രഷറിയിൽ കോടികളുടെ തിരിമറി നടത്തിയ കേസിലെ പ്രതി MR ബിജുലാൽ അറസ്റ്റ് വഞ്ചൂർ കോടതിക്ക് പിന്നിലുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന്. വിരമിച്ച ഉദ്യോഗസ്ഥന്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് വക മാറ്റിയത് 2 കോടിയോളം രൂപ. ഓഗസ്റ്റ് 6 ഇടുക്കി രാജമലയിലെ പെട്ടിമുടിയിൽ ഉരുൾപൊട്ടി വൻ ദുരന്തം. അപകടത്തിൽ മരിച്ച 66 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 4 പേരെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 22 കുടുംബങ്ങളുടെ വീടും വസ്തുവകകളും പൂർണ്ണമായും നഷ്ടമായി. ഓഗസ്റ്റ് 7 കരിപ്പൂരിൽ വിമാനം തകർന്ന് 21 മരണം, 137 പേർക്ക് പരിക്ക്. മരിച്ചവരിൽ 2 പൈലറ്റുമാരും. ലാൻഡിംഗിനിടെ റൺവേയിൽ നിന്ന് വിമാനം തെന്നിമാറുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടത് ദുബായിൽ നിന്ന് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം. തിരിച്ചടിയായത് കനത്ത മഴ. റൺവേയിലേക്ക് താണിറങ്ങിയ വിമാനം പറന്നുയർന്ന ശേഷം വീണ്ടും ലാൻഡിംഗ് നടത്താൻ ശ്രമിക്കവേ 35 അടി താഴ്ചയിലേക്ക് വീണ് പിളരുകയായിരുന്നു. ഓഗസ്റ്റ് 8 വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ കരാർ ലഭിച്ച സ്വകാര്യ കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ പാരിതോഷികം ലഭിച്ച സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി വിവാദത്തിൽ. മൊഴി നൽകിയത് NIAക്ക്. ഇക്കാര്യം പ്രതിപക്ഷം കൂടി ഏറ്റുപിടിച്ചതോടെ സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി. ഓഗസ്റ്റ് 15 പ്രമുഖ ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ ഓർമ്മയായി. 81 വയസ്സായിരുന്നു. സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രതിഭകളെ ചിത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തിയ ഫോട്ടോഗ്രാഫറായിരുന്നു പുനലൂർ രാജൻ. ഓഗസ്റ്റ് 20 കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്നൊവേഷൻ ചലഞ്ചിൽ 1ാം സ്ഥാനം മലയാളിയായ ജോയ് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള ടെക്ജിൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസിന്. പുരസ്കാരം 1 കോടി രൂപയും കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ഒരുക്കുന്നതിനുള്ള 3 വർഷത്തെ കരാറും. പ്രമുഖ വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകളായ Zoom, Google Meet തുടങ്ങിയവയ്ക്ക് ബദലായി ഔദ്യോഗിക തലത്തിൽ V-Console വരും. ഓഗസ്റ്റ് 24 സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം വോട്ടിനിട്ട് തള്ളി. 40-നെതിരെ 87 വോട്ടിനാണ് പ്രമേയം സഭ തള്ളിയത്. വിവിധ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രമേയം അവതരിപ്പിച്ചത് കോൺഗ്രസ് അംഗം VD സതീശൻ. ഓഗസ്റ്റ് 25 സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പ് വിഭാഗം ഓഫീസിൽ തീപിടുത്തം. അഗ്നിബാധ പൊതുഭരണ പൊളിറ്റിക്കൽ ഓഫീസ് റൂമിലെ ബുക്കിംഗ് ഫയൽ സൂക്ഷിച്ചിരുന്ന ഭാഗത്ത്. അപകടം വൈകിട്ട് 5 മണിയോടെ. ഓഗസ്റ്റ് 30 തിരുവനന്തപുരം വെഞ്ഞാറമ്മൂടിൽ 2 DYFI പ്രവർത്തകരെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് 32 വയസ്സുള്ള മിഥിലാജ്, 28-കാരനായ ഹഖ് മുഹമ്മദ് എന്നിവർ. ഒപ്പമുണ്ടായിരുന്ന SFI നേതാവ് ഷഹീൻ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. കൊലപാതകത്തിൽ കലാശിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ കലാശക്കൊട്ട് മുതൽ ആരംഭിച്ച രാഷ്ട്രീയ സംഘർഷങ്ങൾ. ഓഗസ്റ്റ് 30 പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതികളായ സ്ഥാപന ഉടമ റോയ് ഡാനിയൽ, ഭാര്യ പ്രഭ തോമസ്,
മക്കളായ റിനു, റിയ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർ നടത്തിയത് 2000 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ്. പത്തനംതിട്ടയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 1000-ലധികം കേസുകൾ. 2020 സെപ്റ്റംബർ 6 മൗലികാവകാശ സംരക്ഷണത്തിനുള്ള നിയമയുദ്ധത്തിലൂടെ പ്രശസ്തനായ എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി വിടവാങ്ങി. 79 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സ്വാമി. സെപ്റ്റംബർ 9 മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് കോഴിക്കോട് പന്തീരങ്കാവിൽ UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത അലൻ ഷുഹൈബിനും താഹ ഫസലിനും കർശന ഉപാധികളോടെ ജാമ്യം. NIA കോടതി ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് ചെയ്ത് 10 മാസവും 9 ദിവസവും പിന്നിട്ട ശേഷം. സെപ്റ്റംബർ 11 നയതന്ത്ര മാർഗത്തിൽ വന്ന പാക്കേജുകളുമായി ബന്ധപ്പെട്ട് മന്ത്രി KT ജലീലിനെ ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വെളിപ്പെടുത്തൽ ED മേധാവിയുടേത്. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിലായിരുന്നു നടപടി. മന്ത്രി ED ഓഫീസിലെത്തിയത് സ്വകാര്യ വാഹനത്തിൽ. സെപ്റ്റംബർ 13 IPL ഒത്തുകളി ആരോപിച്ച് മലയാളി പേസ് ബൌളർ S ശ്രീശാന്തിന് മേൽ BCCI ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീങ്ങി. നിയമയുദ്ധത്തെ തുടർന്ന് ആജീവനാന്ത വിലക്ക് 7 വർഷമായി കുറച്ചിരുന്നു. ഈ കാലാവധിയാണ് അവസാനിച്ചത്. സെപ്റ്റംബർ 17 മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിയമസഭാംഗത്വത്തിന് അരനൂറ്റാണ്ട്. ഉമ്മൻചാണ്ടി കേരള നിയമസഭയിലെ കന്നി അംഗമായത് 1970 സെപ്റ്റംബർ 17. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ നിന്ന് 7288 വോട്ടുകൾക്ക് ജയിച്ച് പിന്നീടുണ്ടായ 10 തെരഞ്ഞെടുപ്പുകളിലും പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ എത്തി. സെപ്റ്റംബർ 19 കൊച്ചിയിൽ 3 അൽ-ഖ്വയ്ദ ഭീകരർ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിലായി. യാക്കൂബ് ബിശ്വാസ്, മുസാറഫ് ഹുസൈൻ, മുർഷിദ് ഹസൻ എന്നീ ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത്. പ്രതികളെ പിടികൂടിയത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് DIG അനൂപ് ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘം. സെപ്റ്റംബർ 26 സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിച്ച ഡോക്ടർ വിജയ് P നായരെ കൊണ്ട് മാപ്പ് പറയിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ആക്ടിവിസ്റ്റ് ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം. വിജയ് P നായരുടെ താമസ സ്ഥലത്തെത്തിയ സംഘം ഇയാളുടെ മേൽ മഷി ഒഴിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 27 കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും ചങ്ങനാശ്ശേരി MLA-യുമായ CF തോമസ് ഓർമ്മയായി. 81 വയസ്സായിരുന്നു. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും നിലവിലെ ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്നു. സെപ്റ്റംബർ 28 പലാരിവട്ടം പാലം പൊളിച്ചു തുടങ്ങി. DMRCയുടെ നേതൃത്വത്തിൽ പാലം പൊളിച്ച് പണിയുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. നിർമ്മാണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി TO സൂരജിനെ ഓഗസ്റ്റ് 30 വിജിലൻസ് അറസ്റ്റ് ചെയ്തു. 2020 ഒക്ടോബർ 2 ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഉദ്ഘാടനം. കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാലയുടെ പ്രവർത്തനം കൊല്ലം ആസ്ഥാനമാണ്. ഒക്ടോബർ 2 MM ഹസൻ UDFന്റെ പുതിയ കൺവീനർ. വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഹസനെ തെരഞ്ഞെടുത്തത് 2 വർഷമായി കൺവീനറായിരുന്ന ബെന്നി ബെഹനാൻ രാജിവെച്ച ഒഴിവിലേക്ക്. ഒക്ടോബർ 4 കൊച്ചിയിൽ നാവികസേനയുടെ ഗ്ലൈഡർ തകർന്നു വീണ് 2 മരണം. സുനിൽകുമാർ, രാജീവ് ഝാ എന്നിവരാണ് മരിച്ചത്. അപകടം പരിശീലന പറക്കലിനിടെ. ഒക്ടോബർ 5 കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KK ഉഷ ഓർമ്മയായി. 81 വയസ്സായിരുന്നു. KK ഉഷ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് 2000-2001 കാലയളവിൽ. ഒക്ടോബർ 10 വയലാർ അവാർഡ് കവി ഏടാച്ചേരി രാമചന്ദ്രൻ. അംഗീകാരം 41 കവിതകളുടെ സമാഹാരമായ ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്ക് പുരസ്കാരം. 1 ലക്ഷം രൂപയും കനായ് കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തയ്യാറാക്കിയ ശില്പവും. ഒക്ടോബർ 10 രണ്ടാമൂഴത്തിന്റെ തിരക്കഥ സംവിധായകൻ VA ശ്രീകുമാർ തിരക്കഥാകൃത്തായ MT വാസുദേവൻ നായർക്ക് തിരികെ നൽകി. നീക്കം ഇരുവരും തമ്മിൽ തിരക്കഥയെ ചൊല്ലിയുണ്ടായ കേസ് ഒത്തുതീർപ്പായ സാഹചര്യത്തിൽ. വിവരം VK ശ്രീകുമാർ പുറത്തുവിട്ടത് ഫേസ്ബുക്കിലൂടെ. ഒക്ടോബർ 13 കഴിഞ്ഞ വർഷത്തെ മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് വാസന്തിക്ക് ലഭിച്ചു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, വികൃതി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സുരാജ് വെഞ്ഞാറമൂട് മികച്ച നടനുള്ള പുരസ്കാരം നേടി. ബിരിയാണി എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ കനി കുസൃതി മികച്ച നടിയായി. ജല്ലിക്കെട്ടൊരുക്കിയ ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച സംവിധായകൻ. സ്വഭാവ നടനായി ഫഹദ് ഫാസിലും സ്വഭാവ നടിയായി സ്വാസിക വിജയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഒക്ടോബർ 15 ജ്ഞാനപീഠ ജേതാവ് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി വിടവാങ്ങി. അന്ത്യം 94-ാം വയസ്സിൽ. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വളകിലുക്കം, മധുവിധു, മനസാക്ഷിയുടെ പൂക്കൾ, മനോരഥം എന്നിവ പ്രധാന കൃതികൾ. 2017 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചിട്ടുമുണ്ട്. ഒക്ടോബർ 18 മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത കാലം ചെയ്തു. 90 വയസ്സായിരുന്നു. 13 വർഷമായി മാർത്തോമ സഭയുടെ മെത്രാപ്പൊലീത്തയായിരുന്നു. മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ പിൻഗാമിയാണ്.
ഒക്ടോബർ 20 കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ബാധിതൻ മരിച്ച സംഭവത്തിൽ അനാസ്ഥയുണ്ടായിട്ടുണ്ടെന്ന് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ. മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നുവെങ്കിലും വെന്റിലേറ്റർ ഘടിപ്പിച്ചിരുന്നില്ലെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നജ്മയുടെ വെളിപ്പെടുത്തൽ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഡോക്ടർ വെളിപ്പെടുത്തി. ഒക്ടോബർ 21 കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രോട്ടോകോൾ ലംഘിച്ചിട്ടില്ലെന്ന് കാട്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തി. UAE എംബസിയിലെ വെൽഫെയർ ഓഫീസറുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. വിവാദമായത് 2019 UAEയിൽ നടന്ന മന്ത്രിതല സമ്മേളനത്തിൽ പ്രോട്ടോകോൾ ലംഘിച്ച് നയതന്ത്ര സംഘത്തോടൊപ്പം PR പ്രതിനിധിയായ സ്മിത മേനോനെ പങ്കെടുപ്പിച്ചത്. ഒക്ടോബർ 22 കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ LDFൽ ഉൾപ്പെടുത്തി. തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മുന്നണി യോഗത്തിൽ. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം LDFലെ 11ാമത്തെ ഘടകകക്ഷിയായി. 2 ചിഹ്നം ജോസ് കെ മാണി വിഭാഗത്തിന് നൽകിയ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം പിന്നീട് ഹൈക്കോടതി ശരിവച്ചു. ഒക്ടോബർ 23 മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ നിയമനങ്ങൾ ഏർപ്പെടുത്തിയ 10% സംവരണം നടപ്പിലായി. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസസ് ചട്ടം ഭേദഗതി ചെയ്തത്. വിജ്ഞാപനം ഇറക്കിയത് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്. പട്ടിക വിഭാഗത്തിനോടോ മറ്റു വിഭാഗത്തിലോ ഉൾപ്പെടാത്തവർക്കും ജാതിയില്ലാത്തവർക്കും സാമ്പത്തികമായി പിന്നോക്കമാണെങ്കിൽ സംവരണം ലഭ്യമാകും. ഒക്ടോബർ 28 മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ അറസ്റ്റിലായി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് 6 മണിക്കൂറിലേറെ ചോദ്യം ചെയ്ത ശേഷം. കള്ളപ്പണം വെളുപ്പിക്കൽ, ബിനാമി ഇടപാട് എന്നീ കുറ്റങ്ങളിലാണ് അറസ്റ്റ്. ED അറസ്റ്റിലേക്ക് നീങ്ങിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ കള്ളപ്പണം വെളുപ്പിച്ചതിൽ ശിവശങ്കറിന് നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെ. ഒക്ടോബർ 29 ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ ബിനീഷ് കോടിയേരി അറസ്റ്റിലായി. ED അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബംഗളൂരുവിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെ. 2020 നവംബർ 1 മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം സക്കറിയയ്ക്ക് ലഭിച്ചു. അംഗീകാരം അരനൂറ്റാണ്ടിലേറെയായി മലയാള സാഹിത്യത്തിനും മലയാളിയുടെ ചിന്തയ്ക്കും നൽകിയ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ചെന്ന് മന്ത്രി AK ബാലൻ. നവംബർ 2 പ്രമുഖ വയലിൻ വിദ്വാൻ TN കൃഷ്ണൻ വിടവാങ്ങി. 92 വയസ്സായിരുന്നു. കർണാടക സംഗീതത്തിലെ വയലിൻ ത്രിമൂർത്തികളിൽ ഒരാളായിരുന്നു. പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. നവംബർ 2 PT തോമസ് MLAക്കെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. അന്വേഷണം ഇടപ്പള്ളി സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം കൈമാറാൻ MLA കൂട്ടുനിന്നുവെന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതി. നവംബർ 3 വയനാട്ടിലെ ബാണാസുരമല്ല വനത്തിനുള്ളിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മരിച്ചത് തമിഴ്നാട് തേനി സ്വദേശി വേൽമുരുകൻ. ആളെ തിരിച്ചറിഞ്ഞത് തമിഴ്നാട് Q ബ്രാഞ്ച് സ്ഥലത്തെത്തിയതിനു ശേഷം. നവംബർ 3 മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഹരിഹരന് ലഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ഇത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് MT വാസുദേവൻ നായർ ചെയർമാനായ സമിതി. നവംബർ 4 CPIM യുവ നേതാവും യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനുമായ P ബിജു അന്തരിച്ചു. 43 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. കോവിഡ് ബാധയെ തുടർന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. നവംബർ 7 ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതാവും MLAയുമായ MC ഖമറുദ്ദീനെ അറസ്റ്റ് ചെയ്തു. അന്വേഷണ സംഘത്തലവൻ V വിവേക് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. നടപടി 800ഓളം പേരിൽ നിന്നായി 150 കോടി രൂപ തട്ടിയെടുത്തുവെന്ന കേസ്. നവംബർ 13 കോടിയേരി ബാലകൃഷ്ണൻ CPIM സംസ്ഥാന സെക്രട്ടറി ചുമതല ഒഴിഞ്ഞു. ചികിത്സാർത്ഥം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കണമെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കോടിയേരി അറിയിക്കുകയും പാർട്ടി അംഗീകരിക്കുകയുമായിരുന്നു. താൽക്കാലിക ചുമതല CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ A വിജയരാഘവന് നൽകി. നവംബർ 14 കിഫ്ബിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വെളിപ്പെടുത്തലുമായി ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് രംഗത്ത് വന്നു. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്ന CAGയുടെ കരട് റിപ്പോർട്ട് കിഫ്ബിയെ തകർക്കാൻ BJPയും കോൺഗ്രസും നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു ആരോപണം. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസുമായി CAGക്ക് ബന്ധമുണ്ടെന്നും തോമസ് ഐസക് ആരോപിച്ചു. നവംബർ 18 പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പൊതുമരാമത്ത് വകുപ്പ് മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം. നവംബർ 23 സൈബർ ആക്രമണങ്ങൾ തടയാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പോലീസ് നിയമ ഭേദഗതി പ്രതിഷേധങ്ങളെ തുടർന്ന് പിൻവലിച്ച് സർക്കാർ. 2011 കേരള പോലീസ് നിയമത്തിൽ 118A എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർത്തായിരുന്നു ഓർഡിനൻസ്.
നവംബർ 25 ഇന്ത്യയിൽ നിന്നുള്ള ഓസ്കർ എൻട്രി ചിത്രമായ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജല്ലിക്കെട്ട് ചിത്രത്തിന്റെ എൻട്രി രാജ്യാന്തര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ രാജ്യാന്തര ചലച്ചിത്ര അവാർഡുകളടക്കം നേടിയ ചിത്രമാണ് ജല്ലിക്കെട്ട്. നവംബർ 27 സംസ്ഥാനത്തെ KSFE-യുടെ 40 ശാഖകളിൽ വിജിലൻസ് റെയ്ഡ്. 35 വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. KSFE-യുടെ ഇടപാടുകൾ സുതാര്യമാണെന്നും വിജിലൻസ് പറയുന്നത് അസംബന്ധമാണെന്നും ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. റെയ്ഡ് ആരുടെ വട്ടാണെന്ന് അറിയില്ലെന്ന മന്ത്രി തോമസ് ഐസക്കിന്റെ പരസ്യ പ്രസ്താവനയിൽ പിന്നീട് വിവാദമുണ്ടായി. നവംബർ 27 കേരള ബാങ്കിന്റെ പ്രഥമ ഭരണസമിതി ചുമതലയേറ്റു. പ്രസിഡന്റ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ, MK കണ്ണൻ വൈസ് പ്രസിഡന്റ്. 2020 ഡിസംബർ 2 CAG റിപ്പോർട്ട് വിവാദത്തിൽ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവകാശ ലംഘന നോട്ടീസ് പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറി സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ. നോട്ടീസ് നൽകിയത് കോൺഗ്രസ് MLA VD സതീശൻ. കിഫ്ബിക്കെതിരായ CAG റിപ്പോർട്ട് ധനമന്ത്രി മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഡിസംബർ 3 പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. പരിശോധന നടന്നത് ദേശീയ ചെയർമാൻ OMA സലാം, ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരം, കരമന അഷ്റഫ് മൗലവി തുടങ്ങി 5 പേരുടെ വീടുകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കോഴിക്കോട് മീഞ്ചന്തയിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പരിശോധനയുണ്ടായി. ഇഡിയുടെ നടപടി പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിയാൻ. ഡിസംബർ 12 മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ UA ഖാദർ വിടവാങ്ങി. 85 വയസ്സായിരുന്നു. അന്ത്യം ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ. തൃക്കോട്ടൂർ കഥകൾ, അഘോര ശിവം, വായേ പാതാളം, കലശം, പൂമരത്തളിരുകൾ എന്നിവ പ്രധാന രചനകൾ. ഡിസംബർ 12 സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. ആരിൽ നിന്നും പണം ഈടാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും എത്ര കണ്ട് വാക്സിൻ ലഭിക്കുമെന്ന് അറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡിസംബർ 16 3 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി LDF. ഉരുക്കുകോട്ടകൾ നിലനിർത്തിയ LDF 11 ജില്ലാ പഞ്ചായത്തുകളും 5 കോർപ്പറേഷനുകളും സ്വന്തമാക്കി. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF ആധിപത്യം പുലർത്തി. ഡിസംബർ 18 എറണാകുളത്ത് ഷോപ്പിംഗ് മാളിൽ വെച്ച് 2 ചെറുപ്പക്കാർ അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തലുമായി യുവനടി രംഗത്ത് വന്നു. ലുലു മാളിൽ വെച്ച് പിന്നാലെ എത്തിയ 2 യുവാക്കൾ ശരീരത്തിൽ സ്പർശിച്ച ശേഷം കടന്നു കളഞ്ഞതായും പിന്നീട് ഹൈപ്പർ മാർക്കറ്റിലെത്തി പിന്തുടർന്ന് അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തൽ. പെരിന്തൽമണ്ണ സ്വദേശികളായ ആദിൽ, ഇർഷാദ് എന്നിവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിസംബർ 23 അഭയ കേസിൽ നിർണായക വിധി വന്നു. പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെഫിക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. ഇരുവരും കുറ്റക്കാരാണെന്ന് ഡിസംബർ 22 CBI പ്രത്യേക കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ വിധി പ്രസ്താവം വന്നത് 28 വർഷത്തിന് ശേഷം. ഡിസംബർ 23 പ്രശസ്ത കവയിത്രി സുഗതകുമാരി ഓർമ്മയായി. 86 വയസ്സായിരുന്നു. അന്ത്യം കോവിഡ് ബാധയെ തുടർന്ന് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയവേ. പാതിരാപ്പൂക്കൾ, ഇരുൾച്ചിറകുകൾ, അമ്പലമണി, രാത്രിമഴ, രാധയെവിടെ, ദേവദാസി തുടങ്ങിയവ പ്രധാന കവിതാ സമാഹാരങ്ങൾ. ഡിസംബർ 23 യുവ സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴ വിടവാങ്ങി. 38 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. സൂഫിയും സുജാതയും, കരി എന്നീ സിനിമകളുടെ സംവിധായകനായിരുന്നു. ഡിസംബർ 23 കാഞ്ഞങ്ങാട്ട് DYFI പ്രവർത്തകനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് കല്ലുരാവി യൂണിറ്റ് അംഗം പഴയ കടപ്പുറത്ത് അബ്ദുൾ റഹ്മാൻ ഔഫ്, 32 വയസ്സായിരുന്നു. ഡിസംബർ 25 21 വയസ്സുകാരി ആര്യ രാജേന്ദ്രനെ ട്രിവാൻഡ്രം മേയറായി CPIM തീരുമാനിച്ചു. മുടവൻമുകൾ ഡിവിഷനിലുള്ള കൗൺസിലറാണ് ആര്യ. തിരുവനന്തപുരം ഓൾ സെയിൻസ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ. ഡിസംബർ 25 ചലച്ചിത്ര താരം അനിൽ നെടുമങ്ങാട് മുങ്ങിമരിച്ചു. അപകടം തൊടുപുഴ മലങ്കര ജലാശയത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ. അയ്യപ്പനും കോശിയും, പൊറിഞ്ചുമറിയും ജോസ്, കമ്മട്ടിപ്പാടം, പാവാട, ഞാൻ സ്റ്റീവ് ലോപ്പസ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡിസംബർ 25 പാലക്കാട് തേങ്കുറിശ്ശിയിൽ പ്രണയവിവാഹത്തിന്റെ പേരിൽ യുവാവിനെ ഭാര്യ വീട്ടുകാർ വെട്ടിക്കൊലപ്പെടുത്തി. തേങ്കുറിശ്ശി സ്വദേശി അനീഷാണ് കൊല്ലപ്പെട്ടത്. അനീഷിന്റെ ഭാര്യ പിതാവ് പ്രഭുകുമാറും ഭാര്യയുടെ അമ്മാവനായ സുരേഷും പിടിയിലായി. ഡിസംബർ 26 കാരക്കോണത്ത് ത്രേസ്യാപുരം സ്വദേശി ശാഖാകുമാരി ഷോക്കേറ്റ് മരിച്ചത് കൊലപാതകമാണെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. കുറ്റം സംബന്ധിച്ച് ഭർത്താവ് ബാലരാമപുരം സ്വദേശി അരുൺ. ശാഖയെ അരുൺ വിവാഹം കഴിച്ചത് 2 മാസം മുൻപ്.
ഡിസംബർ 28 തിരുവനന്തപുരത്ത് സ്ഥലമൊഴിപ്പിക്കുന്നതിനിടെ തീ കൊളുത്തിയ ഗൃഹനാഥൻ മരിച്ചു. നെയ്യാറ്റിൻകര നെല്ലിമൂട് കോളനിയിലെ രാജനാണ് മരിച്ചത്. രാജനും ഭാര്യയും ആത്മഹത്യക്ക് ശ്രമിച്ചത് ഡിസംബർ 22-ന്. പെട്രോൾ ശൈലത്തിലൊഴിച്ച് ഭീഷണി മുഴക്കുന്നതിനിടെ തീ പടരുകയായിരുന്നു. പിന്നീട് രാജന്റെ ഭാര്യ അമ്പിളിയും മരിച്ചു. ഡിസംബർ 31 കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമത്തിനെതിരെ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. ബദൽ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. പ്രമേയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ പരാമർശം വേണമെന്ന പ്രതിപക്ഷ ഭേദഗതി ശബ്ദ വോട്ടോടെ സഭ തള്ളി. സ്പെഷ്യൽ കേരള 100 ന്യൂസ് പൂർത്തിയാവുന്നു. 24 2 വർഷത്തിന്റെ നിറവിൽ